നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരത്തെ സംസാരിച്ചുള്ള ബെയിലി പാലത്തിലാണ്. ബെയിലി പാലത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തെ രക്ഷാദൌത്യം അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ദൌത്യത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. നാളെ ഏതൊക്കെ മാർഗരേഖയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ദൌത്യം പുരോഗമിക്കാൻ അറിയേണ്ടതുണ്ട്. അസ്ലം നേരത്തെ സംസാരിക്കുമ്പോൾ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ ഒരു ഷോക്കിംഗ് ഇൻഫർമേഷൻ 15 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഡോഗ് സ്ക്വാഡ് എന്നാണ്. ആ 15 സ്ഥലങ്ങളിലേക്കുള്ള പരിശോധന വേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഈ ദിവസം പൂർത്തിയാകുമ്പോൾ ഈ ദുരന്തത്തിന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ കുറച്ചുകൂടി വലുതായിട്ട് തെളിഞ്ഞു വരികയാണോ? ഇപ്പോൾ റവന്യൂ മന്ത്രി പറഞ്ഞ 15 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പുതിയ സ്പോട്ടുകളല്ല, പകരം അട്ടമലയിലും അതോടൊപ്പം തന്നെ മുണ്ടക്കയിലും പുഞ്ചിരിവട്ടത്തൊക്കെ ഈ പരിശീലനം സിദ്ധിച്ച നായകൾ കുറച്ച സ്ഥലങ്ങളാണ്. ഏരിയയിലെ പുതിയ പുതിയ സ്പോട്ടുകൾ ആ സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും വീടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് മൃതദേഹം ഉണ്ടായിരിക്കാം എന്നതിന്റെ തിരിച്ചറിവാണ് 15 സ്പോട്ടുകൾ അവർ കാണുന്നത്. ആ സ്പോട്ടുകൾ സ്വാഭാവികമായിട്ടും നാളത്തെ രാവിലത്തെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, അല്ലെങ്കിൽ അവർ പരിശോധിക്കുന്ന ഒരു കേന്ദ്രം അതായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, മന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ 2 ദിവസം ഒരു പെട്ടെന്നുണ്ടായ സംഭവമാണ്. എല്ലാവരും NDRF ആന്റെ രീതിയിൽ, സൈന്യം അതിന്റെ രീതിയിൽ, പിന്നെ അല്ലെങ്കിൽ ഫയർഫോഴ്സ് ആന്റെ രീതിയിൽ എന്നുള്ളത് മാറ്റിയിട്ട് നാളെ കുറച്ചുകൂടി ഏകോപിപ്പിച്ചുള്ള നടപടിയിലേക്ക് പോകും. അതായത് ഒരു ടീം രൂപീകരിക്കുന്നു. ആ ടീമിൽ സൈന്യമുണ്ടാവും, NDRF ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘം ഉണ്ടാവും, അവർക്ക് വേണ്ടി ഫുഡ് സപ്ലൈ ചെയ്യാൻ ആളുണ്ടാവും, അവർക്ക് മറ്റ് സഹായങ്ങൾ എത്തിക്കാൻ ആളുണ്ടാവും. അങ്ങനെ ഒരു സംഘം ഒരു സ്പോട്ടിൽ നിൽക്കുന്നു. അങ്ങനെ കുറച്ചുകൂടി ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം നടത്തുമ്പോൾ കുറച്ചുകൂടി വേഗത വരും. പിന്നെ നമ്മൾ ഈ പറയുന്ന ഈ ബെയിലി പാലം യാഥാർത്ഥ്യമായതോടുകൂടി ആവശ്യത്തിനനുസരിച്ച് JCBകളാണെങ്കിലും മറ്റു ഉപകരണങ്ങളും എത്തിക്കാൻ കഴിയും. മാത്രമല്ല, അവിടെ കണ്ടെത്തുന്ന മൃതദേഹങ്ങളെ അവിടെ നിന്ന് തന്നെ ആംബുലൻസിൽ സുഖമായിട്ട് എത്തിക്കാൻ കഴിയും. അതായത് ഈ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ നേരിട്ട ഒരു പ്രതിസന്ധി മാറുന്നു. മാത്രമല്ല, കുറച്ചുകൂടി ഏകോപനം ഇതിലുണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും പുതിയ സ്പോട്ടുകൾ ഇന്ന് കണ്ടെത്തിയ സ്പോട്ടുകൾ തന്നെയാണ് പ്രധാനം. ഒന്ന് വില്ലേജ് റോഡ്, അതോടൊപ്പം തന്നെ 13ാം പാലം എന്ന് പറയും. ഈ 2 സ്ഥലങ്ങളിലും കൂടുതൽ മൃതദേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. അവിടങ്ങളിൽ കുറച്ചുകൂടി തെരച്ചിൽ തുടരും. അതോടൊപ്പം തന്നെ ഏകോപിച്ചുള്ള തെരച്ചിലായിരിക്കും പുഞ്ചിരിമലയിലും, അതോടൊപ്പം പുഞ്ചിരിവട്ടത്തും, അതുപോലെ തന്നെ മുണ്ടക്കയിലും, അട്ടമലയിലും മൃതദേഹങ്ങൾ കണ്ടെത്താത്ത സ്ഥലമാണ്. അവിടെ നായ കുറച്ച സാഹചര്യത്തിൽ അവിടെയും ഡിഗ് ചെയ്യാൻ, അവിടെയും കുഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തേണ്ട അത്യാവശ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെന്നാണ്. ഇപ്പൊ അതിനകത്ത് നമ്മൾ ഇന്നിപ്പോ പറഞ്ഞ കാര്യം ഉണ്ടായത്, ഇപ്പോൾ ഈ വില്ലേജ് റോഡ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പരിശോധിക്കേണ്ട സ്ഥലമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയും അവിടെ കൂടുതൽ ആളുകളെയും കൂടുതൽ സംവിധാനങ്ങളെയും ഡിപ്ലോയ് ചെയ്ത ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് കിട്ടിയെന്നതുകൂടി കാണേണ്ട കാര്യമാണ്. ഇന്നിപ്പോ തുടർച്ചയായിട്ട് വില്ലേജ് റോഡിൽ ഉണ്ടായിരുന്നു ഷബീർ. വില്ലേജ് റോഡിന്റെ അതിന്റെ അവിടുത്തെ പ്രശ്നത്തിന്റെ ഒരു ഡെപ്ത് എന്തുമാത്രമാണ്? നമ്മൾ ഇന്നാണ് അങ്ങോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അവിടെ കാര്യമായിട്ട് ആളുകൾ ചെന്നിട്ടില്ല എന്നാണ് നമ്മൾ ഇന്ന് അവിടെ ചെന്നപ്പോൾ പ്രദേശവാസികൾ തന്നെ പറഞ്ഞു. നമ്മോട് തന്നെ ഒരാൾ പ്രതികരിച്ചത്, മാധ്യമ സ്ഥാപനം ആദ്യമായിട്ട് അവരുടെ പ്രതികരണം എടുക്കുന്ന മാധ്യമ സ്ഥാപനം മീഡിയ വൺ ആയിരുന്നു. കാരണം 2 ബന്ധുക്കൾ മരിച്ച വ്യക്തിയായിരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ മൃതദേഹം നേരത്തെ കിട്ടിയിരുന്നു, മറ്റൊരാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാര്യമായ സംവിധാനം അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തേക്ക് എത്തിയില്ല എന്നൊരു പരാതി അല്ലെങ്കിൽ ഒരു വിഷമം അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ വില്ലേജ് റോഡ് തുടങ്ങുന്ന സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീട് മൊത്തം ഈ മണ്ണും ചെളിയും വന്ന് അടിഞ്ഞ് നശിച്ച ഒരു സ്ഥിതിയായിരുന്നു. അതിനുശേഷം ഈ വില്ലേജ് റോഡ് ഇങ്ങനെ നീളത്തിൽ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിൽ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ ഈ ദുരന്തത്തിന്റെ മൊത്തം ഈ വ്യാപ്തി നമുക്ക് അവിടെ ചെന്നാൽ മനസ്സിലാവും. നിഷാദും അവിടെ വന്ന് കണ്ടതാണ്. അത്രയധികം മരങ്ങൾ, കല്ല്, പാറ എല്ലാം ചെളി അടക്കമുള്ളവ വന്നടിഞ്ഞ ഒരു സ്ഥലമാണ് അവിടെ. അപ്പം അവിടെ നിന്ന് മാത്രം ഏതാണ്ട് 50-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് അനൌദ്യോഗികമായ കണക്ക്. മാത്രമല്ല, ഇന്നലെ മാത്രം 10ഓളം മൃതദേഹം ആ പ്രദേശത്ത് നിന്ന് മാത്രം കണ്ടെത്തി. അതിന്റെ ഭാഗമായാണ് ഇന്നലെ കൂടുതൽ സംവിധാനം, ഏതാണ്ട് 7ഓ 8ഓ ഹിറ്റാച്ചി വെച്ചാണ് ഈ വില്ലേജ് റോഡ് അവസാനിക്കുന്നിടത്ത് ഇന്ന് പരിശോധന നടത്തിയത്. ഈ മരങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള പരിശോധന നടത്തി. അവിടെ ഇതിന് നേതൃത്വം നൽകിയ സൈന്യത്തിന്റെ ബ്രിഗേഡിയർ നമ്മോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഏതാണ്ട് 3 മൃതദേഹവും ഒരു ബോഡി പാർട്ടും ആ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയെന്നാണ്. ഒപ്പം തന്നെ ഈ ചെളി പുതഞ്ഞു കിടക്കുന്ന കാരണം അവിടെ കൂടുതൽ മൃതദേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ഈ സൈന്യത്തിന്റെ ബ്രിഗേഡിയർ നമ്മോട് പറഞ്ഞിരുന്നു. നാളെയും ഈ ഭാഗത്ത്, അതായത് വീട് തകർന്നു കിടക്കുന്ന, ചെളി പുതഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട്. ഈ തകരാത്ത വീടിന്റെ പിറകുവശത്ത് വലിയ തരത്തിൽ ചെളി വന്നടിഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അവിടെയെല്ലാം മൃതദേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.